കോഴിക്കോട് JDTയിലെ സ്ട്രോങ് റൂം തുറന്നെന്ന ആരോപണവുമായി UDF വോട്ടെണ്ണൽ യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ഥലത്തെ റൂം തുറക്കുന്ന ദൃശ്യം പുറത്തുവന്നു. എന്നാൽ തുറന്നത് സ്ട്രോങ് റൂം അല്ലെന്ന വിശദീകരണവുമായി വരണാധികാരി. സംഭവത്തിൽ പ്രതിഷേധവുമായി UDF രംഗത്തെത്തി. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് UDF ഉയർത്തുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഏറെ ഗൗരവകരമായൊരു ആരോപണമാണ് UDFന്റെ ഭാഗത്തുനിന്നും ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. സാധാരണ നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സ്ട്രോങ് റൂം തുറക്കുന്ന രീതിയിലുള്ള വാർത്തകളും റിപ്പോർട്ടുകളും ദൃശ്യങ്ങളും ഒക്കെ സഹിതം നേരത്തെ വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയതാണ്. ചില തെരഞ്ഞെടുപ്പുകൾ BJPക്ക് അട്ടിമറിക്കാൻ ഉതകുന്ന രീതിയിൽ ഇത്തരത്തിൽ സ്ട്രോങ് റൂമുകൾ തുറക്കുന്നു എന്ന ആരോപണം ഉത്തരേന്ത്യയിൽ ശക്തമാണ്. അതിനിടെയാണ് ഇവിടെ കോഴിക്കോട് ഇത്തരത്തിൽ JDTയിലെ സ്ട്രോങ് റൂം നിലനിൽക്കുന്ന ആ പരിസരത്ത് റൂം തുറക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. UDF പറയുന്നത് ഇത് വോട്ടെണ്ണൽ യന്ത്രങ്ങളും വോട്ടെണ്ണൽ രേഖകളും ഒക്കെ വോട്ടിംഗ് രേഖകളും ഒക്കെ സൂക്ഷിച്ച റൂമാണ് ഇത്തരത്തിൽ തുറന്നത് എന്ന ആരോപണമാണ് UDF ഉന്നയിക്കുന്നത്. അതിന് അവർ ഒരു ഘടകമായിട്ട് അവർ ഉന്നയിക്കുന്ന ഒരു ഉദാഹരണമായി ഉന്നയിക്കുന്നത് ഈ ഉത്തരേന്ത്യയിൽ നേരത്തെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ്. കോഴിക്കോട് JDTയിലാണ് കോഴിക്കോട് ജില്ലയിലെ മിക്ക നിയോജക മണ്ഡലങ്ങളുടെയും വോട്ടിംഗ് സാമഗ്രികൾ, പോളിംഗ് സാമഗ്രികളെല്ലാം തന്നെ വോട്ടിംഗ് യന്ത്രം അടക്കമുള്ള പോളിംഗ് സാമഗ്രികളെല്ലാം തന്നെ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെയാണ് ഈ പേരാമ്പ്ര മണ്ഡലത്തിലെ ഒരു മുറി പേരാമ്പ്ര മണ്ഡലവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് തുറന്നിരിക്കുന്നത്. അത് മുറി തുറന്നു എന്നുള്ളത് പേരാമ്പ്ര റിട്ടേണിംഗ് ഓഫീസറുടെ വിശദീകരണത്തിൽ തന്നെ വ്യക്തമാണ്. അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ വിശദീകരണത്തിൽ വ്യക്തമാകുന്നത് ഇങ്ങനെയാണ്: JDTയിലെ സ്ട്രോങ് റൂം തുറന്നു എന്ന് പറയുന്നത് തെറ്റാണ്. പേരാമ്പ്ര മണ്ഡലത്തിലെ പോളിംഗ് രേഖകൾ സൂക്ഷിച്ച സീൽ ചെയ്യാത്ത മുറിയാണ് തുറന്നത്. അത് സൂക്ഷിച്ചതായി സീൽ ചെയ്യാത്ത മുറിയാണ് തുറന്നത്. അങ്ങനെ സീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പോളിംഗ് രേഖകളാണ് അവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച സീൽ ചെയ്ത മുറിയല്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എൻകോർ സോഫ്റ്റ്വെയറിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനാണ് ഇത്. സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിലാണ് ഇത് തുറന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളോ പോസ്റ്റൽ ബാലറ്റുകളോ സൂക്ഷിച്ച മുറിയല്ല തുറന്നത് എന്നും റിട്ടേണിംഗ് ഓഫീസർ വിശദീകരിക്കുന്നുണ്ട്. അപ്പോഴും ഈ റിട്ടേണിംഗ് ഓഫീസറുടെ വിശദീകരണത്തിൽ ഒരു മുറി തുറന്നു എന്നുള്ളത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അത് പക്ഷേ ഈ വോട്ടിംഗ് യന്ത്രങ്ങളും പോസ്റ്റൽ ബാലറ്റുകളും സൂക്ഷിച്ച മുറിയല്ല എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ ഇങ്ങനെ മുറി തുറക്കുന്നത് അതും ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വോട്ടെണ്ണലിന്റെ ഇടയിൽ തുറക്കുന്ന രീതിയിൽ തുറന്നു കഴിഞ്ഞാൽ നാളെ ഇത്തരത്തിൽ ഈ പോസ്റ്റൽ ബാലറ്റുകളും ഒപ്പം തന്നെ വോട്ടിംഗ് യന്ത്രങ്ങളും സൂക്ഷിച്ച മുറി തുറക്കില്ലെന്ന് എന്താണ് ഉറപ്പ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ശക്തമായ സുരക്ഷ, കനത്ത കാവൽ, കനത്ത ജാഗ്രത അനിവാര്യമായിട്ടുള്ള ഒരു ഇടമാണ് ഈ സ്ട്രോങ് റൂമുകൾ എന്ന് പറയുന്നത്. അങ്ങനെ സ്ട്രോങ് റൂം ഒരു റിട്ടേണിംഗ് ഓഫീസർക്ക് തോന്നിയതുപോലെ തുറക്കുകയാണെങ്കിൽ, സാധാരണ റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരാണ് ഉണ്ടാവുക. സാധാരണ ഉദ്യോഗസ്ഥർ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ അനുഭാവികളൊക്കെ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ ഉണ്ടാവുന്നതും പതിവാണ്. അത്തരത്തിലുള്ള ആളുകളാണോ ഇത് എന്നുള്ളത് UDF ഒരു സംശയം ഉയർത്തുന്നുണ്ട്. അത്തരം ആരോപണങ്ങളാണ് UDF ഉന്നയിക്കുന്നത്. അല്പസമയത്തിനകം ഈ JDTയിലെ സ്ട്രോങ് റൂം UDF നേതാക്കളെല്ലാം തന്നെ സന്ദർശിക്കും. അവർ മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. ശരി, എന്തായാലും ഗുരുതരമായ തന്നെയുള്ള ഒരു ആരോപണം തന്നെയാണ് UDF ഉയർത്തുന്നത്. കോഴിക്കോട് JDTയിലെ സ്ട്രോങ് റൂം തുറന്നു എന്ന ഒരു ആരോപണമാണ് UDF ഉയർത്തുന്നത്. വോട്ടെണ്ണൽ യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ഥലത്തെ റൂം തുറക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ തുറന്നത് സ്ട്രോങ് റൂം അല്ല എന്ന വിശദീകരണമാണ് വരണാധികാരി നൽകുന്നത്. സംഭവത്തിൽ UDF പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വോട്ടെണ്ണൽ യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ഥലത്തെ റൂം തുറക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ സ്ട്രോങ് റൂം അല്ല തുറന്നത് എന്നതാണ് വരണാധികാരിയുടെ വിശദീകരണം. JDTയിലെ സ്ട്രോങ് റൂം തുറന്നു എന്നത് തെറ്റായ വിശദീകരണമാണ് എന്നതാണ് വരണാധികാരി പറയുന്നത്. പേരാമ്പ്ര റിട്ടേണിംഗ് ഓഫീസറുടേതാണ് ഈ ഒരു വിശദീകരണം ഉള്ളത്. പേരാമ്പ്ര മണ്ഡലത്തിലെ പോളിംഗ് രേഖകൾ സൂക്ഷിച്ച സീൽ ചെയ്യാത്ത മുറിയാണ് തുറന്നതെന്നും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൻകോർ സോഫ്റ്റ്വെയറിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനായാണ് ഇത് നടത്തിയതും എന്നതാണ് പറയുന്നത്. സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെയും സാന്നിധ്യത്തിലാണ് തുറന്നതെന്നും വിശദീകരണമുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളോ പോസ്റ്റൽ ബാലറ്റുകളോ സൂക്ഷിച്ച മുറിയല്ല തുറന്നതെന്നും റിട്ടേണിംഗ് ഓഫീസർ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു സംഭവത്തിൽ പ്രതിഷേധവുമായി തന്നെ UDF രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഗുരുതരമായി തന്നെയുള്ള ഒരു ആരോപണമാണ് UDF ഉയർത്തുന്നത്.
വോട്ടെണ്ണൽ യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ഥലത്തെ റൂമാണ് തുറന്നത് എന്ന ആരോപണമാണ് UDF ഉയർത്തുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇത് സ്ട്രോങ് റൂം അല്ല തുറന്നത് എന്നതാണ് ഭരണാധികാരിയുടെ വിശദീകരണം. ഏതായാലും സംഭവത്തിൽ പ്രതിഷേധവുമായി UDF രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ സംഭവത്തിൽ ഇനി എന്തായാലും വിശദീകരണം ഇനി വ്യക്തത വരണമെങ്കിൽ കൂടുതൽ വിശദീകരണങ്ങളും കൂടുതൽ അന്വേഷണവും ആവശ്യമുണ്ട്. ഏതായാലും ഈ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിൽ എന്തായാലും UDFന്റെ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. റിയാസ് KM ആണ് വിവരങ്ങൾ നൽകിയത്.